ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈം ആൻഡ് ചില്ലീസ്. എല്ലാവർക്കും അറിയുന്ന അമൃതം പൊടി കൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികളുള്ള ഒരുവിധം എല്ലാ വീട്ടിലും ഇപ്പോൾ അമൃതം പൊടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അമൃതം പൊടി വെച്ച് കുറുക്കാക്കിയാൽ കുട്ടികൾ ആരും കഴിക്കുന്നില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് അമൃതം പൊടി ഉപ്പുമാവാണ്. അമൃതം പൊടി വെച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റേ അല്ല ഈ ഒരു ഉപ്മാവിന്. ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അമൃതം പൊടി കുറുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അമൃതം പൊടി ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി കഴിയും. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ അമൃതം പൊടി വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായ നമുക്ക് അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ നൈസ് പൊടിയായതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഈ അമൃതം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടി തൊട്ട് നോക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തരിതരി പോലെ ആയാൽ നമുക്ക് ഇത് ഫ്രൈ ആയി വന്നു എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കളറ് സാധാരണയുള്ള കളറിൽ നിന്നും കുറച്ചും കൂടി ഡാർക്കായിട്ട് കാണും. ആ ഒരു ടൈം വരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഏകദേശം 5 മുതൽ 8 മിനിറ്റ് വരെ നമ്മളിത് വറുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ അമൃതം പൊടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പൊടിയുടെ ചൂടൊന്ന് മാറി വന്നാൽ നമുക്കിത് പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കണം. അങ്ങനെ ചെയ്താലാണ് ഈ ഉപ്മാവിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ചായി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. വെള്ളം അധികമാവാൻ വേണ്ടി പാടില്ല. പുട്ടുണ്ടാക്കുമ്പോൾ അരിപ്പൊടി എങ്ങനെയാണോ നനച്ചെടുക്കുന്നത് ആ പരുവത്തിലാണ് നമ്മളിതിന് നനച്ചെടുക്കേണ്ടത്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലവണ്ണം കുഴച്ചിട്ട് ഇതുപോലെ പിടിക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് കട്ടയായി നിൽക്കുന്നത് വരെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അമൃതം പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് കടുക് ചേർക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കണം. ഈ കടുക് ഉഴുന്നുപരിപ്പൊന്നും കരിഞ്ഞു പോയാൽ ഉപ്മാവിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വറവാക്കാനും വേണ്ടിയിട്ട്. അതിലേക്ക് 2 ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വഴട്ടിയെടുക്കണം. ഈ ഉള്ളി കൂടി ഒന്ന് വഴണ്ട് വന്നാൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും പച്ചമുളകും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നനച്ച് വെച്ച ആ അമൃതം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കുക. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് തുറന്നു നോക്കാം. ഈ സമയം നമുക്ക് ഈ ഉപ്മാവിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കറക്റ്റാണ് ഉപ്പ്. അപ്പോൾ ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അമൃതം പൊടി പൊതുവെ ഇഷ്ടമല്ലാത്തവർക്കും കൂടെ തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ ഉപ്മാവ് ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും എന്തായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി ഉപ്മാവ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം.